നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയന് ആകെ ഭയപ്പാടാണ്. ഊണിലും ഉറക്കത്തിലുമൊക്കെ ഭയം വല്ലാതെ വേട്ടയാടുകയാണ് പിണറായി വിജയനെ. ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും സംശയിക്കുന്ന ഒരു പിണറായി വിജയൻ. മുൻപ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് ശിങ്കിടികൾ ഒപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അധികാരം പോയതോടെ ആ ശിങ്കിടികളൊന്നും ഒപ്പമില്ല. പാർട്ടിയിലെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ എല്ലാവരും പിണറായിക്കെതിരായി കഴിഞ്ഞിരിക്കുന്നു. പിണറായിയെയും എം.വി. ഗോവിന്ദനെയും ഒതുക്കാനും മാറ്റി നിർത്താനുമുള്ള ഒരു ശ്രമം CPM-ൽ ഇപ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. ഇരുവരും നേതൃസ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള ആവശ്യമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായിക്ക് തന്റെ പ്രതിപക്ഷ നേതാവ് കസേര പോയി പോകുമോ എന്നുള്ള ഭയം വല്ലാതെ വേട്ടയാടുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തനിക്കൊരു പദവി ആവശ്യമാണ്. ഒരു MLA പദവിയല്ല, അതിനപ്പുറത്തേക്ക് ഒരു പരിരക്ഷ ആവശ്യമാണ്, ഒരു പ്രിവിലേജ് അത് ആവശ്യമാണ്. അത് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലൂടെ പിണറായിക്ക് കിട്ടുന്നുണ്ട്. അതിന് വിലങ്ങ് വയ്ക്കാൻ ആര് വന്നാലും, അതിന് വിലങ്ങ് തടിയാകാൻ ആര് വന്നാലും അവരെ പാടെ ഒഴിവാക്കുക, വെട്ടിമാറ്റുക എന്ന നിലപാടാണ് പിണറായി സ്വീകരിക്കുന്നത്. വല്ലാത്ത പേടിയിലേക്കും ഭയത്തിലേക്കും പിണറായി വീഴുമ്പോൾ ഒപ്പമുള്ള പലരെയും, അതായത് ഇനിയും ഉയർന്നു വരാൻ CPM-ൽ തന്റെ പേരിനേക്കാൾ തലപ്പൊക്കത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ളവരെ എല്ലാവരെയും ചന്ന ഭിന്ന വെട്ടിത്തള്ളുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് KN ബാലഗോപാൽ തനിക്കൊരു എതിരാളിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പിണറായിയെ വല്ലാതെ ഭയപ്പാടിലാക്കുന്നുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് കസേരയിലേക്ക് ബാലഗോപാലിനെ കൊണ്ടിരുത്തണം എന്നുള്ള വലിയ ആവശ്യം CPM-ൽ ശക്തമായിരുന്നു. എന്നാൽ അതിന് തടയിടുന്നതിന് വേണ്ടി പിണറായി വെടക്കാക്കി തനിക്കാക്കിയിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷ ഉപനേതാവ് കസേര അത് CPI-ക്ക് കൊടുക്കാൻ വ്യഗ്രത കാണിക്കുകയാണ് പിണറായി ഇപ്പോൾ. കാരണം അല്ലെങ്കിൽ ആ കസേരയിലേക്ക് ബാലഗോപാൽ കയറിയാൽ തന്റെ പ്രതിച്ഛായ മുഴുവൻ മങ്ങിപ്പോകുമെന്നും താൻ നിഷ്പ്രഭമാകുമെന്നും പിണറായി കരുതുന്നുണ്ട്. ഇതുകൂടാതെ നിയമസഭയിൽ ഒരു വേള തന്നെ അടിച്ചിരുത്തി വിറപ്പിച്ച, വിരൽ ചൂണ്ടി വിറപ്പിച്ച ബാലഗോപാലിനോട് ഒരു കലിപ്പും പിണറായിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഉപനേതാവ് കസേരയിലേക്ക് ഒരു കാലത്തും ബാലഗോപാൽ എത്തരുത് എന്നുള്ളതാണ് പിണറായിയുടെ ആവശ്യം. ഉപനേതാവ് കസേരയിലേക്ക് ബാലഗോപാൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷ നേതാവിന് വലിയ റോളൊന്നുമില്ല. കസറി നിയമസഭ കയ്യിലെടുക്കും ബാലഗോപാൽ. ആ ഒരു പേടി കൊണ്ട് തന്നെയാണ് പിണറായി ഇപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതാവ് കസേര കൂടുതൽ ചർച്ചകൾക്കൊന്നും നിൽക്കാതെ അത് CPI-ക്ക് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതായത് ആ പദവി CPI-ക്ക് തന്നെ കൊടുക്കണം എന്നുള്ള തീരുമാനം പിണറായിയുടേതു കൂടിയാണ്. ബിനോയ് വിശ്വവുമായിട്ട് വലിയ ചർച്ചകളൊക്കെ പിണറായിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. CPM-ൽ തന്നെ ചർച്ച ഇപ്പോൾ ഇതാണ്, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ പ്രതിപക്ഷ ഉപനേതാവ് കസേര CPI-ക്ക് കൊടുക്കണം. അതിന് പിന്നിൽ നിന്ന് എല്ലാ കളിയും കളിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതുവരെ പിണറായി വിജയന്റെ ഒരു നിലപാട് എന്തായിരുന്നു? അതായത് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് പിണറായി എത്തിയതും പിന്നീട് CPI തന്നെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു, പ്രതിപക്ഷ ഉപനേതാവ് കസേര വേണം എന്ന്. എന്നാൽ അതിനെ ശക്തമായി എതിർത്ത് മുന്നിൽ നിന്നിരുന്ന പിണറായിയാണ് ഇന്നിപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഉപനേതാവിന്റെ, പ്രതിപക്ഷ ഉപനേതാവ് പദവി ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന പിണറായിയാണ് നിന്ന നിൽപ്പിൽ ബാലഗോപാലിന്റെ പേര് ഉയർന്നു വന്നതോടുകൂടി എന്നാൽ അങ്ങനെ ഒരു പദവി വേണമെന്നും അത് CPI-ക്ക് കൊടുക്കാനും വിശാല ഹൃദയനായ ആശാൻ സമ്മതിച്ചിരിക്കുന്നത്. തന്റെ കസേരയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി നിലഭദ്രമാക്കുകയാണ് പിണറായി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ CPM-ൽ ഇപ്പോൾ ബഹുഭൂരിപക്ഷത്തിന്റെയും ആവശ്യം പ്രതിപക്ഷ ഉപനേതാവ് കസേരയിലേക്ക് ബാലഗോപാൽ എത്തണമെന്നുള്ളതാണ്. നിയമസഭയിൽ VD സതീശന് നേർക്ക് നേർ നിൽക്കാൻ ശക്തനായ ഒരു എതിരാളിയെ വേണം. അങ്ങനെ ശക്തനായ ഒരു എതിരാളിയാകാൻ പിണറായിക്ക് കഴിയാത്തിടത്തോളം കാലം ബാലഗോപാലിനെ അവിടേക്ക് എത്തിക്കണം എന്നുള്ളതാണ് CPM-ലെ വലിയ ആവശ്യം. ഇപ്പോൾ ഈ ഉപനേതാവ് പദവിയെ ചൊല്ലി CPI തർക്കം ഒരു വശത്ത് മുറുകുന്നുമുണ്ട്. എന്നാൽ ഇതിൽ ഇടപെടാതെ വിഷയത്തിൽ ഈ പദവി അത് CPI-യുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി. എന്തായാലും വിഷയം അനുനയത്തിലൂടെ പരിഹരിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. CPI-യുടെ ശക്തമായ അവകാശവാദത്തെ തുടർന്ന് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അവർക്ക് തന്നെ വിട്ടുകൊടുക്കാനാണ് ധാരണയായിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ എല്ലായിടത്തും ചർച്ചയാകുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ കൈകളാണ് എന്നുള്ളതാണ്.
ചൊവ്വാഴ്ച MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ നടത്തുന്ന കൂടിക്കാഴ്ചയോടെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് ആരായിരിക്കണമെന്ന കാര്യത്തിൽ CPIക്കുള്ളിലാണ് ഇനി അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. നിലവിൽ CPIയുടെ നിയമസഭാ രേഖാ കക്ഷി നേതാവ് കൂടിയായ K രാജനാണ് ഈ പദവിയിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നുള്ള ചില സൂചനകൾ പുറത്തുവരുന്നുണ്ട്. നിയമസഭയിലെ പരിചയ സമ്പത്തും സഭയ്ക്കുള്ളിലെ മികച്ച പ്രകടനവും രാജൻ അനുകൂല ഘടകങ്ങളായി പാർട്ടിയിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവിന്റെ കസേരയിൽ കണ്ണുവെച്ച് മുൻ കൃഷിമന്ത്രി P പ്രസാദും സജീവമായി രംഗത്തുണ്ട്. സഭയിലും പുറത്തും പാർട്ടിയുടെ ശബ്ദമായി മാറാൻ തനിക്ക് സാധിക്കും എന്ന വിലയിരുത്തലിലാണ് പ്രസാദ് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വത്തിലും മുന്നണി ഭരണസമിതിയിലും സ്വാധീനമുള്ള നേതാവെന്ന നിലയിൽ പ്രസാദിന്റെ അവകാശവാദത്തെ പാടെ തള്ളിക്കളയാൻ CPIക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തൊട്ടടുത്തിരിക്കുന്നത് ആരെന്നറിയാൻ കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇവിടെ പിണറായി വിജയന് താല്പര്യം തന്റെ അനുയായിയായിട്ടൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കണം. അതായത് തന്നെ കവച്ചു വെക്കുന്ന ഒരു നേതാവ് നിയമസഭയിൽ ഉപനേതാവായിട്ട് വരേണ്ട, എനിക്ക് താഴെ നിൽക്കുന്ന ഒരു നേതാവായിരിക്കണം വരേണ്ടത് എന്നുള്ള വാശിയും പിണറായിക്കുണ്ട്. അതുകൊണ്ട് തന്നെ CPIയിൽ തന്റെ ശിങ്കിടിയായി നിൽക്കാൻ കഴിയുന്നത് ആരായാലും അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും പിണറായി ശ്രമിക്കുക. പക്ഷേ ഇവിടെ രാജൻ വരണമെന്നുള്ള ആവശ്യം CPIയിൽ ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിണറായി പറയുന്നിടത്ത് K രാജൻ നിൽക്കാൻ ഒരു സാധ്യതയുമില്ല. മുൻപ് ഭരണപക്ഷത്തിരുന്നപ്പോൾ പിണറായി വിജയന്റെ പല നടപടികളെയും എതിർത്തിട്ടുള്ള ആളാണ് K രാജൻ. അതുകൊണ്ട് തന്നെ K രാജൻ വന്നാലും പിണറായിക്ക് തിരിച്ചടിയാണ്. പക്ഷെ അപ്പോഴും പിണറായി കാണുന്നത് രാജനെങ്കിൽ രാജൻ വരട്ടെ എന്നുള്ളതാണ്. KN ബാലഗോപാൽ വരരുത്, ആ ഒരു തീരുമാനം മാത്രമാണ് പിണറായിക്ക് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ K രാജനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ GR അനിലോ മറ്റാരെങ്കിലും ആണെങ്കിൽ തന്റെ ചൊൽപ്പടിക്ക് നിൽക്കും എന്ന് പിണറായിക്ക് അറിയാം. പക്ഷെ അത്ര അങ്ങോട്ട് നിൽക്കാൻ K രാജൻ തയ്യാറാകില്ല. എന്തായാലും ഇപ്പോൾ ഈ ഉപനേതാവിന്റെ കാര്യത്തിൽ CPIയിലാണ് ഇപ്പോൾ അടി നടക്കുന്നത്. ഇവർക്ക് പുറമെ മറ്റു മുതിർന്ന നേതാക്കളും പദവിക്കായി പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. മുൻ ഭക്ഷ്യമന്ത്രി GR അനിലും സ്ഥാനമാനങ്ങൾക്കായി രംഗത്തുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മുൻ മന്ത്രിമാരെന്ന പ്രതിച്ഛായയും ഭരണപരിചയവും ഉയർത്തിക്കാട്ടിയാണ് അനിലും രംഗത്തുള്ളത്. നേതാക്കൾക്കിടയിലെ ഈ ആഗ്രഹങ്ങൾ CPI സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. സംസ്ഥാന നേതൃയോഗമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. നിയമസഭാ കക്ഷി നേതാവായതിനാൽ K രാജനാണ് ഈ പദവിയിൽ സ്വാഭാവികമായി എത്തേണ്ടത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തേക്ക് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടായിരിക്കും ഏറ്റവും നിർണായകമാകുക. പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയ്ക്ക് ഇട നൽകാതെ എല്ലാവരെയും സമവായത്തിലെത്തിച്ച് യോഗ്യനായ ഒരാളെ പ്രഖ്യാപിക്കാനാണ് ബിനോയ് വിശ്വത്തിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് മുതിർന്ന നേതാക്കളുടെ യോഗവും വിളിച്ചു ചേർക്കും. മുൻപ് പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ് പദവികൾ CPM തന്നെ വഹിക്കുന്നതാണ് LDFിലെ കീഴ്വഴക്കമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആവർത്തിച്ചിരുന്നു. എന്നാൽ കീഴ്വഴക്കങ്ങൾ മാറ്റി എഴുതാനുള്ളതാണെന്ന നിലപാടിൽ CPI ഉറച്ചു നിന്നതോടെയാണ് CPM വഴങ്ങേണ്ടി വന്നത് എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷേ സംഭവം ഇങ്ങനെയാണ്. KN ബാലഗോപാലിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പിണറായിക്ക് ഒരു താല്പര്യവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ കടിഞ്ഞാൺ, അധികാരത്തിന്റെ കടിഞ്ഞാൺ തന്റെ കയ്യിൽ നിന്ന് പോകും എന്ന ഭയം പിണറായിയെ വേട്ടയാടുന്നുണ്ട്. ഒരു വശത്ത് നിന്ന് CPIയെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് തന്നെ, എന്നാൽ മറുവശത്തൂടെ KN ബാലഗോപാൽ ഉയർന്നു വരാതിരിക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ തങ്ങളുടെ അവകാശം വിട്ടു നൽകില്ല എന്ന് CPI കടും പിടുത്തമായിരുന്നു പിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ സ്ഥാനത്തെ ചൊല്ലിയുള്ള ഇരു പാർട്ടികളുടെയും തർക്കം കാരണം LDF യോഗം പോലും ചേരാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഓഹരി വിപണന വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ UDF സർക്കാരിനെതിരെ സംയുക്തമായി പ്രതിഷേധിക്കാൻ LDFന് സാധിക്കാതെ പോയതും ഈ ഭിന്നത കാരണമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ UDFന് ആയുധമാകുന്നു എന്ന ചിന്തയാണ് CPMനെ പെട്ടെന്ന് അനുനയ നീക്കത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. കീഴ്വഴക്കങ്ങൾ പറഞ്ഞ് തങ്ങളുടെ ന്യായമായ അവകാശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. എല്ലാ പ്രധാന സ്ഥാനങ്ങളും ഒരു പാർട്ടി തന്നെ കൈയടക്കി വയ്ക്കുന്ന രീതി മാറണമെന്നാണ് CPIയുടെ നിലപാട്. LDFനെ ദുർബലപ്പെടുത്താനല്ല, മറിച്ച് മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ പങ്കുവയ്ക്കൽ അനിവാര്യമാണെന്നും ബിനോയ് വിശ്വം ആവർത്തിച്ചിരുന്നു.
ചൊവ്വാഴ്ച എം.എൻ. സ്മാരകത്തിൽ നടക്കുന്ന CPM-CPI ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം CPIയുടെ ഔദ്യോഗിക യോഗങ്ങൾ ചേരും. നിയമസഭാ രേഖാകക്ഷി യോഗത്തിലും തുടർന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഉപനേതാവിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സഭയിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നതിൽ കെ രാജന്റെ പരിചയസമ്പത്ത് തുണയ്ക്കും എന്ന പൊതുവെയുള്ള വിലയിരുത്തൽ നിലനിൽക്കെ തന്നെ പ്രസാദിന്റെയും അനിലിന്റെയും താൽപര്യങ്ങളും പരിഗണിക്കേണ്ടി വരും CPIക്ക്. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ പ്രതിപക്ഷ ഉപനേതാവിനെ പ്രഖ്യാപിച്ച് സഭയിൽ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് LDF ലക്ഷ്യമിടുന്നത്. കെ രാജന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ കൂടുതൽ മേൽക്കൈ പ്രവചിക്കപ്പെടുന്നതെങ്കിലും ബിനോയ് വിശ്വം എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനവും CPIയിലെ ആഭ്യന്തര സമവായങ്ങളും അടിസ്ഥാനമാക്കിയാകും അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുക. കെ രാജനെ അല്ല ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഉറപ്പിക്കാം അത് പിണറായിയുമായിട്ട് നടന്ന ഒരു ചർച്ചയുടെ ഡീലിന്റെ ഫലമായിട്ടാണ് എന്നുള്ളത്. കാരണം പിണറായിക്ക് തൻ്റെ താഴെ നിൽക്കുന്ന, തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളെയാണ് നിയമസഭയിൽ ആവശ്യം. അപ്പോൾ ഉപനേതാവ് സ്ഥാനം കൊടുത്തു എന്നുമായി, എന്നാൽ തൻ്റെ മുകളിലേക്ക് വളരുകയുമില്ല. അതിന് അനില് ആണ് ബെസ്റ്റ് എന്നും ചില ട്രോളുകൾ വരുന്നുണ്ട്. പക്ഷേ കെ രാജനാണെങ്കിൽ ഇടപെടുക തന്നെ ചെയ്യും ശക്തമായി. പക്ഷേ CPMൽ ഇപ്പോൾ ആവശ്യം ഉയരുന്നത് നിയമസഭയിൽ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് ആവശ്യം. പിണറായി വിജയനെ കൊണ്ട് അത് കഴിയാത്ത ഘട്ടത്തിൽ ആ ഒരു സ്ഥാനത്തേക്ക് എത്തേണ്ടത് ബാലഗോപാൽ ആണ് എന്നുള്ള വലിയൊരു ആവശ്യം CPMൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ CPMലും വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ എത്ര തന്നെ പൊട്ടിത്തെറിച്ചാലും ബാലഗോപാലിനെ ഉപനേതാവിന്റെ കസേരയിൽ ഇരുത്തിക്കില്ല എന്നുള്ളതാണ് പിണറായി വിജയന്റെ നിലപാട്. വല്ലാത്ത ഭയമാണ് ഇരട്ടച്ചങ്കനെ വേട്ടയാടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.